പശ്ചിമേഷ്യയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന അതേസമയം തന്നെ ഭീതി പടർത്തുന്ന വാർത്തകളാണ്. എന്നാൽ ഈ യുദ്ധ വാർത്തകൾക്കിടയിൽ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ചില പദങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റ്, ഗൾഫ് രാജ്യങ്ങൾ, പശ്ചിമേഷ്യ, അറബ് ലോകം എന്നിവ. എന്നാൽ ഇവയെല്ലാം ഒന്നാണോ? നിങ്ങൾക്ക് ആ സംശയമുണ്ടോ? പലപ്പോഴും UAE ഒരു രാജ്യമാണോ അതോ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണോ? ഈ സംശയം പോലും പലരിലും നിലനിൽക്കുന്നുണ്ട്. ഈ സങ്കീർണതകളെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ മേഖലകളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെ നമുക്ക് ശരിയായി വിലയിരുത്താൻ സാധിക്കൂ. ആദ്യം തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE കുറിച്ച് വ്യക്തത വരുത്താം. പലരും കരുതുന്നത് പോലെ ഇതൊരു അന്താരാഷ്ട്ര സംഘടനയല്ല, മറിച്ച് സ്വന്തം ഭരണഘടനയും കേന്ദ്ര സർക്കാരുമുള്ള പരമാധികാരമുള്ള ഒരു ഏകീകൃത രാഷ്ട്രമാണ്. 1971 ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതോടെ അബുദാബി, ദുബായ് ഉൾപ്പെടെയുള്ള 7 എമിറേറ്റുകൾ ചേർന്ന് രൂപീകരിച്ച ഒരു ഫെഡറേഷനാണിത്. ഓരോ എമിറേറ്റിനും സ്വന്തം ഭരണാധികാരി ഉണ്ടെങ്കിലും വിദേശ നയം, പ്രതിരോധം തുടങ്ങിയ സുപ്രധാന കാര്യങ്ങളിൽ രാജ്യം ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നത്. അബുദാബി രാഷ്ട്രീയ കേന്ദ്രമായും ദുബായ് ആഗോള വ്യാപാര കേന്ദ്രമായും നിലകൊള്ളുന്നു. എമിറേറ്റ് എന്ന പദം സൂചിപ്പിക്കുന്നത് ഒരു അമീർ ഭരിക്കുന്ന പ്രദേശം എന്നാണ്. അതായത് എമിറേറ്റ് എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് UAEയുടെ ഘടന കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അറബി ഭാഷയിൽ നിന്നുള്ള ഈ പദം ഒരു അമീർ അഥവാ പരമ്പരാഗത ഭരണാധികാരി ഭരിക്കുന്ന പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചരിത്രപരമായി പശ്ചിമേഷ്യയിലും വടക്കേ ആഫ്രിക്കയിലും മധ്യേഷ്യയുടെ ചില ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ നിലനിന്നിരുന്നു. ആധുനിക ജനാധിപത്യ സംവിധാനങ്ങളിലെ സംസ്ഥാനങ്ങളുമായി എമിറേറ്റുകൾക്ക് ചില സാമ്യതകൾ ഉണ്ടെങ്കിലും പ്രധാന വ്യത്യാസം ഭരണരീതിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെയോ ഗവർണറെയോ പകരം രാജകുടുംബത്തിൽപ്പെട്ട ഭരണാധികാരിയാണ് എമിറേറ്റ് ഭരിക്കുന്നത് എന്നാണ് പറഞ്ഞു വന്നത്. വാർത്തകളിൽ നാം കാണുന്ന ഗൾഫ് രാജ്യങ്ങൾ എന്ന പ്രയോഗം സത്യത്തിൽ സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നീ 6 രാജ്യങ്ങൾ ചേർന്ന GCC അഥവാ ഗൾഫ് സഹകരണ കൗൺസിലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇറാന്റെ സ്ഥാനം ഇവിടെ പ്രത്യേകമാണ്. ഭൂമിശാസ്ത്രപരമായി ഇറാനും പേർഷ്യൻ ഗൾഫിനോട് അതിർത്തി പങ്കിടുന്ന രാജ്യം തന്നെയാണ്. എന്നാൽ ഇത് GCCയിലെ അംഗമല്ല എന്ന് മാത്രം. കൂടാതെ അറബ് ലോകത്തിന്റെ ഭാഗമായും ഇത് കണക്കാക്കപ്പെടുന്നില്ല. സ്വന്തം രാഷ്ട്രീയ സഖ്യങ്ങളും തന്ത്രപരമായ നിലപാടുകളും പിന്തുടരുന്ന സ്വതന്ത്ര പ്രാദേശിക ശക്തിയാണ് ഇറാൻ. അതിനാൽ ഭൂമിശാസ്ത്രപരമായി ഗൾഫ് തീരരാജ്യമാണെങ്കിലും രാഷ്ട്രീയമായി ഗൾഫ് രാജ്യങ്ങൾ എന്ന വിഭാഗത്തിൽ ഇറാനെ സാധാരണ ഉൾപ്പെടുത്താറില്ല. ഇസ്രയേലിന്റെ സാഹചര്യവും വ്യത്യസ്തമാണ്. ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യമായിരുന്നു. എന്നാലും പേർഷ്യൻ ഗൾഫുമായി അതിർത്തി പങ്കിടുന്നില്ല. മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ചെങ്കടലിലേക്കുള്ള പരിമിതമായ കടൽ പ്രവേശനവും രാജ്യത്തിനുണ്ട്. ഈ ഭൂമിശാസ്ത്രപരമായ കാരണത്താലാണ് ഇസ്രയേലിനെ ഗൾഫ് രാഷ്ട്രമായി കണക്കാക്കാത്തത്. അതിനാൽ ഗൾഫ് രാജ്യങ്ങൾ എന്ന പരാമർശത്തിൽ ഇസ്രയേൽ സാധാരണ ഉൾപ്പെടാറില്ല. ഭൂമിശാസ്ത്രപരമായി പേർഷ്യൻ ഗൾഫിനോട് അതിർത്തി പങ്കിടുന്ന ഇറാനും ഒരു ഗൾഫ് രാഷ്ട്രമാണെങ്കിലും രാഷ്ട്രീയമായി ഇവർ GCCയിലോ അറബ് ലോകത്തോ ഉൾപ്പെടുന്നില്ല. ഇറാൻ സ്വന്തം നിലപാടുകളുള്ള ഒരു സ്വതന്ത്ര പ്രാദേശിക ശക്തിയാണ്. അതുപോലെ തന്നെ ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിലെ പ്രധാന രാജ്യമാണെങ്കിലും ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ അവരെയും ഗൾഫ് രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താറില്ല. ചുരുക്കത്തിൽ ഇറാനും ഇസ്രയേലും ഉൾപ്പെടുന്ന വിശാലമായ രാഷ്ട്രീയ പദമാണ് മിഡിൽ ഈസ്റ്റ് എന്നും 6 GCC രാജ്യങ്ങളെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് ഗൾഫ് രാജ്യങ്ങൾ എന്ന് നാം തിരിച്ചറിയണം. ഈ പദങ്ങളുടെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കുന്നത് പശ്ചിമേഷ്യയിലെ സങ്കീർണമായ സംഘർഷങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോഴും നയതന്ത്ര നീക്കങ്ങളെയും കുറിച്ച് ശരിയായ രീതിയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. എന്തായാലും ഈ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം മിഡിൽ ഈസ്റ്റ്, ഗൾഫ് മേഖല, പശ്ചിമേഷ്യ എന്നീ പദങ്ങൾ മാധ്യമങ്ങളിൽ പരസ്പരം മാറ്റി മറിച്ച് ഉപയോഗിക്കുന്നത് മൂലമാണ്. ഇറാൻ, ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പദമാണ് മിഡിൽ ഈസ്റ്റ് എന്നും
6 GCC രാജ്യങ്ങളെ മാത്രം സൂചിപ്പിക്കുന്നതാണ് ഗൾഫ് രാജ്യങ്ങൾ എന്നും ഈ മേഖലയുടെ ഭൂമിശാസ്ത്രപരമായ പേരാണ് പശ്ചിമേഷ്യ എന്നും നാം തിരിച്ചറിയണം.